മൂവാറ്റുപുഴക്കാരൻ എഡിസൺ എന്ന് പറയുമ്പോൾ ശാസ്ത്രജ്ഞന്റെ പേരാണ്. പക്ഷേ ഈ എഡിസൺ ഗവേഷണം നടത്തിയത് മുഴുവൻ മയക്കുമരുന്ന് വ്യാപാരത്തിലാണ്. എങ്ങനെ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് മയക്കുമരുന്ന് വിപണനം നടത്താൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആദ്യം 1-2 തവണ ഇടപെട്ട് നോക്കി. അപ്പോഴേക്കും ഇതിന്റെ വിപണന സാധ്യത സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലാതെ മറ്റാവശ്യക്കാർക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നാൽ എങ്ങനെ എന്ന് എഡിസൺ ചിന്തിച്ചു. എഡിസൺ ചിന്തിച്ച ശേഷമാണ് ഡാർക്ക് നെറ്റിൽ എന്ത് ചെയ്തത്, കെറ്റാമെലോൺ എന്ന ഒരു വലിയ ഗ്രൂപ്പ് സ്ഥാപിച്ചത്. 2023 വലിയൊരു ചെയ്സ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നടത്തിയിരുന്നു. അങ്ങനെ ഇതിന് കെറ്റാമെലോണിന് മുമ്പുണ്ടായിരുന്ന ഏജൻസിയിലെ പല ആളുകളും അകത്തായി. ആ ശൃംഖലയെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തകർത്ത് കളഞ്ഞു. അതിനുശേഷം മറ്റാരും ഇല്ലാതെ വന്നപ്പോഴാണ് ആ ഗ്യാപ്പിലാണ് എഡിസൺ അയാളുടെ നങ്കൂരം എറിയുന്നത്. നങ്കൂരം കൃത്യമായി വീണു. കെറ്റാമെലോൺ എന്ന വെബ്സൈറ്റിലേക്ക് ആളുകൾ ആവശ്യക്കാരെത്തി. അങ്ങനെ ഏകദേശം ഒരു മാസം തന്നെ 600 കൺസൈൻമെന്റുകൾ ഇയാൾ ഇടപെട്ട് നടത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഇയാള് എത്ര മാത്രം, അതായത് 14 മാസത്തിനിടയിൽ ഏകദേശം 600 കൺസൈൻമെന്റ് ഇയാൾ ഇടപെട്ട് നടത്തിയിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ തീവ്രത, ഈ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ തീവ്രത ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നത്. ഇനി ഇയാളുടെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഗംഭീരമാണ്. വൈദികരുണ്ട് കുടുംബത്തിൽ, അതുപോലെ കന്യാസ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർമാരും അതിസമ്പന്നന്മാരുമാണ് എഡിസന്റെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ. അങ്ങനെയുള്ള വലിയ പശ്ചാത്തലം, സമ്പന്ന കുടുംബം. ഇയാൾ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. തുടർന്ന് അമേരിക്കയിൽ ജോലി ചെയ്തു. ആ വലിയ ജോലിയൊക്കെ മടുപ്പ് കാരണം ഉപേക്ഷിച്ചു. അതായത് വലിയ ശമ്പളം കിട്ടുന്ന ഗംഭീര ജോലി അമേരിക്കയിൽ, അതൊക്കെ മടുപ്പ് കാരണം ഉപേക്ഷിച്ചാണ് മൂവാറ്റുപുഴയിലെ വീട്ടിൽ വന്നത്. വീട്ടിലും മുന്നിൽ തന്നെ ഒരു ബംഗ്ലാവ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വന്തം വീട്ടിൽ തന്നെ ഒരു മുറി, അവിടെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ ഒന്നും പ്രവേശനമില്ല, അപ്പനും അമ്മയ്ക്കും പ്രവേശനമില്ല. ആ മുറിയിൽ ഇരുന്നിട്ടാണ് ഇയാളുടെ ജോലി ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഐ ടി വർക്ക്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അയാൾ എന്തൊക്കെയോ ഗവേഷണം ചെയ്യുകയാണെന്ന് വീട്ടുകാർ തെറ്റിദ്ധരിച്ചു. വമ്പൻ വരുമാനവും, ബംഗ്ലാവ് കെട്ടുന്നു, പിന്നെന്താണ് അവിടെ വാഗമണ്ണിൽ അടുത്ത റിസോർട്ടിൽ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ എല്ലാം ഹൈ സൊസൈറ്റി ആളുകളുമായുള്ള ബന്ധം. ഇയാളുടെ സുഹൃത്ത് അരുൺ തോമസും ഡിയോളും ഒക്കെ വമ്പൻ കക്ഷികൾ. അപ്പോൾ വീട്ടുകാർക്ക് യാതൊരു സംശയവുമില്ല. നാട്ടിലാണെങ്കിൽ സൗമ്യൻ, ശാന്തൻ, ശാന്തശീലൻ, മകളെയും കൊണ്ട് നഴ്സറി സ്കൂളിലാക്കാൻ പോകുന്ന എഡിസനെ മാത്രമേ നാട്ടുകാരും കണ്ടിട്ടുള്ളൂ. ആർക്കും ഒരു സംശയവുമില്ല. പക്ഷേ കഴിഞ്ഞ 6 മാസമായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തല പുകഞ്ഞിരിക്കുകയാണ്. ഇവനെ എങ്ങനെ അകത്താക്കും, ഇവനെ എങ്ങനെ പൊക്കി അകത്താക്കണമെന്ന്. ഇയാൾ ചെയ്തത്, ഇയാൾ ആദ്യം 2023 കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആ ശൃംഖല തകർന്ന ശേഷം അവിടെ വ്യാപാര ശൃംഖല ഉറപ്പിച്ച ശേഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇയാളുടെ പേരിൽ വ്യാജ IP അഡ്രസ്സൊക്കെ കൊടുത്ത് ഇയാളുടെ പേരിലേക്ക് പാഴ്സലുകൾ എത്തുന്നു. പാഴ്സലുകൾ ലഹരി സ്റ്റാമ്പാണ്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു വർഷം പിടിക്കുന്ന അതിന് ഇരട്ടിയാണ് ഈ എഡിസൺ വ്യാപാരം ചെയ്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി വ്യാപാരിയായിരുന്നു എഡിസൺ. കേരള പോലീസും എക്സൈസും ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒക്കെ ഓടി നടന്ന് കഞ്ചാവ് 100 ഗ്രാം, കഞ്ചാവ് 50 ഗ്രാം, മറ്റേ MDMA 3 മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ചേർത്ത് വച്ചു കഴിഞ്ഞാൽ പോലും എഡിസന്റെ വ്യാപാര ശൃംഖലയുമായി ചേർന്ന് പോകില്ല. കാരണം എഡിസന്റെ വീട്ടിൽ ഒറ്റ റെയ്ഡിൽ പിടിച്ചെടുത്തത് 1127 LSD സ്റ്റാമ്പും 131 മില്ലിഗ്രാം കെറ്റാമിൻ എന്ന് പറയുന്ന മയക്കുമരുന്നുമാണ്. കെറ്റാമിൻ എന്ന് പറഞ്ഞാൽ റേപ്പ് ഡ്രഗായി ഉപയോഗിക്കുന്ന അതിഭീകര മയക്കുമരുന്നാണ്. ഈ കെറ്റാമിനാണ് ഡിയോളും അയാളുടെ ഭാര്യ അഞ്ജുവും കൂടി ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയച്ചിരുന്നത്. ഈ ഓസ്ട്രേലിയയിലേക്ക് ഇവർക്കൊക്കെ വേരുകളുണ്ട് എന്ന് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയത് ഇവരുടെയൊക്കെ സുഹൃത്തുക്കൾ, ഇവരൊക്കെ സഹപാഠികളായിരുന്നു. അരുൺ തോമസും ഡിയോളും ഈ എഡിസണും ഒരേ ക്ലാസ്സിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചവരാണ്. അപ്പോൾ ഇവരുടെ സൗഹൃദമാണ് ഈ ബിസിനസ് ശൃംഖലയെ വളർത്തിയത്. അപ്പോൾ ഇവരുടെ ബാക്കി കണ്ണികൾ എന്ന് പറയുന്നത് ഇവർക്കൊപ്പം പഠിച്ചവരാകാം, ഇവരോട് ഒരുമിച്ച് ജോലി ചെയ്തവരാകാം. അങ്ങനെ ഈ ആളുകളൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. എഡിസന്റെ കഥ നിങ്ങളൊക്കെ പലരും പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ടാകും. പക്ഷെ എനിക്കതിനകത്ത് കൗതുകമുണർത്തിയത് ഇയാളുടെ ബുദ്ധി കൂർമ്മതയാണ്. ഇയാളുടെ രഹസ്യ സ്വഭാവം, രഹസ്യം ഒരിക്കലും പൊളിഞ്ഞു പോകാതിരിക്കാൻ കോഡുകളിലൂടെയാണ് ഇയാൾ സന്ദേശങ്ങൾ മുഴുവൻ നൽകിയിരുന്നത്. ഈ സന്ദേശങ്ങൾ കിട്ടുന്ന ആളിന് മാത്രമേ ഇത് ഡീകോഡ് ചെയ്ത് ഇതിന്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ 6 മാസം ഇയാളെ നിരീക്ഷിച്ചതിൽ നിന്നാണ് അറസ്റ്റിലേക്ക് വരുന്നത്. ഇനി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അതിന്റെ അംഗങ്ങൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ
എഡിസനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മാത്രമാണ് വീട്ടുകാർ അറിയുന്നത് ഇയാളൊരു മയക്കുമരുന്ന് ശൃംഖലയുടെ തലവനായിരുന്നു, ഇയാളൊരു അണ്ടർഗ്രൗണ്ട് ഡോൺ ആയിരുന്നു, അണ്ടർവേൾഡ് ഡോൺ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇനി എഡിസനെ പിടികൂടിയതോടുകൂടി ഈ ഡാർക്ക് നെറ്റ് എന്താണ് ചെയ്തത്? ഇവരുടെ ശൃംഖല ഡാർക്ക് നെറ്റ് വഴി ഉള്ള ലഹരി ഇടപാട് നടത്തുന്ന ആളുകൾക്കൊക്കെ പ്രത്യേക ആപ്ലിക്കേഷൻസ് വഴി സന്ദേശങ്ങളെത്തി. എന്താണ്? നിങ്ങൾ ചെയ്ത ബ്രൗസ് ഹിസ്റ്ററി, അതായത് നിങ്ങൾ സിസ്റ്റത്തിൽ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടോ ആ ഹിസ്റ്ററി മുഴുവൻ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ IP അഡ്രസ്സുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യണം. ക്രിപ്റ്റോ കറൻസി ബാലൻസ് എന്തെങ്കിലും അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഒരു തെളിവും അവശേഷിപ്പിക്കരുത്. ഇനി നിങ്ങൾക്ക് വന്ന കൺസൈൻമെന്റിന്റെ കവറുകൾ, ആ കവറുകൾ ഉണ്ടെങ്കിൽ അത് തീയരിക്കുക, കത്തിച്ച് ചാരമാക്കി വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ഇനി ഒരിടത്തും ഫിംഗർ പ്രിന്റിന്റെ, അതായത് ഈ കവറുകൾ കൈകാര്യം ചെയ്ത ആളുകളുടെ ഫിംഗർ പ്രിന്റ്, അത് വലിയ തെളിവാണല്ലോ. വിദേശത്ത് നിന്ന് വരുന്ന കൺസൈൻമെന്റ് ആണെങ്കിലും അതിനകത്ത് ഫിംഗർ പ്രിന്റ് പ്രധാനമാണ്. അപ്പോൾ അത്തരം ഫിംഗർ പ്രിന്റുകൾ പോലും പുറത്ത് പോകരുത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നശിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള നിർദ്ദേശങ്ങൾ, അതിന്റെ ടൂളുകൾ ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം കണ്ണിങ് ഷാർപ്പായിട്ടാണ് അവരുടെ ബിസിനസ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ആരും എടുത്ത് ചാടിക്കൊടുക്കരുത്. വമ്പൻ ചതിക്കുഴിയാണ്, വമ്പൻ അപകടമാണ്. മോഹൻലാൽ പറഞ്ഞതുപോലെ എന്താണ് ഈ ഡ്രഗ് എന്ന് പറയുന്ന ബിസിനസ്, അതൊരു ഡേർട്ടി ബിസിനസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോടികൾ കൊയ്യാൻ കഴിയുമായിരിക്കും, പക്ഷേ ആളുകളുടെ ജീവിതം തകർത്തുകൊണ്ടാണ് ഈ കോടികൾ കൊയ്യുന്നത് എന്നത് വലിയ സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ എഡിസണും പിടിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഇത്രയും നിതാന്തമായ ജാഗ്രതയും വലവീശി കാത്തിരുന്ന ഈ ഇരയെ പിടിക്കാൻ, അങ്ങനെയാണ് എഡിസൺ കുടുങ്ങുന്നത്. അല്ലെങ്കിൽ എഡിസൺ ഒരിക്കലും കുടുങ്ങുകയില്ലായിരുന്നു. എഡിസന്റെ കൺസൈൻമെന്റിൽ വന്ന ഒരു വിലാസത്തിന്റെ പുറത്തുള്ള അന്വേഷണം, കൺസൈൻമെന്റിൽ വന്ന കസ്റ്റംസിന് തോന്നിയ ചെറിയൊരു സംശയമാണ് എഡിസണിലേക്ക് എത്തുന്നത്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെ എത്തിക്കുന്നത്. ആ സംശയം ഇല്ലായിരുന്നുവെങ്കിൽ എഡിസൺ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല. എഡിസൺ എന്ന ഈ ഡോൺ വീണ്ടും മയക്കുമരുന്ന് വ്യാപാരം ചെയ്തുകൊണ്ടേയിരിക്കും. ഭാഗ്യത്തിന് കേരളത്തിൽ ആരും ഇയാളുടെ പുറകെ പോയിട്ടില്ല. കേരളത്തിലെ ആളുകൾ ഇപ്പോൾ നമുക്കറിയാം, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കഥകളൊക്കെ പത്രങ്ങളിൽ വരാറുണ്ടല്ലോ, പ്രശസ്തരും അപ്രശസ്തരുമായ ആളുകൾ. അവർ MD MA LSD സ്റ്റാമ്പ് ഇതൊക്കെ ബാംഗ്ലൂരിലോ എവിടെന്നെങ്കിലും പോയി വാങ്ങി കൊണ്ടുവരും, കഞ്ചാവ് ഉപയോഗിക്കും, ചില ആളുകൾ കഞ്ചാവ് നട്ടു വളർത്തും. ഇമാതിരിയുള്ള ഇടപാട് മാത്രമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഒന്നും നടത്തുന്ന കേരളത്തിലെ മറ്റാളുകൾ ഇല്ല. അപ്പോൾ കേരളം തന്റെ പ്രധാനപ്പെട്ട വിപണിയല്ല. കാരണം ഒറ്റുകാരുടെ ശല്യം കൂടുതലായിരിക്കും കേരളത്തിൽ. അതുകൊണ്ട് കേരളത്തിൽ തന്റെ വിപണി ശൃംഖല അല്ലെങ്കിൽ വ്യാപാര ശൃംഖല വ്യാപിപ്പിക്കാൻ എഡിസൺ ശ്രമിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. പാറ്റ്ന, അതുപോലെ ഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്, അവിടെയുള്ള കസ്റ്റമേഴ്സിനാണ് എഡിസൺ ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഈ ഈ ശൃംഖലയിലെ മറ്റ് കണ്ണികൾ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോഴും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കരുതുന്നത്. കാരണം അവരുടെ ടൂൾസുകൾ ഉപയോഗിച്ച് മുഴുവൻ ഡീറ്റെയിൽസും അവർ ഇതിനകം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ കൈകഴുകി മാറി നിന്ന് പുണ്യാളന്മാരായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ പൂട്ടാൻ എഡിസനെയും അരുൺ തോമസിനെയും അതുപോലെ തന്നെ ഡിയോളിനെയും അഞ്ജുവിനെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം എന്ന ആഗ്രഹമാണ് NCRB ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ ഇടപാടുകൾ ആരൊക്കെയാണ് ഇവരുടെ ഇടപാടുകാർ, ആർക്കാണ് ഇവർ അയച്ചിരുന്നത്, ആരാണ് ഇവർക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നത് തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ.